ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറായി കടപ്പുറത്തിൻ്റെ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ വെക്കേഷന് ചെറായി കടപ്പുറത്തൊക്കെ പോയപ്പോൾ എടുത്ത വീഡിയോയാണ് ഇത്. ഇപ്പോഴാട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് വെക്കേഷന് പോയതാണ് ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് ബീച്ചിൽ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു വൈകുന്നേരം 4-4:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലില്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾ പട്ടം പറത്തലും, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എല്ലാവരുടെയും കയ്യിൽ തന്നെ പട്ടവും ഇങ്ങനെ കാറ്റാടി ഇങ്ങനെ കാറ്റ് വരുമ്പോൾ കറങ്ങണ പമ്പരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര കളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇത് ഓണത്തിന് ആ ടൈമിലുള്ളതാട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒതുങ്ങിയൊരു സ്ഥലം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. കുറേ ദൂരേക്ക് നീങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം കിട്ടിയത് കേട്ടോ. പിന്നെ മക്കളൊക്കെ വെള്ളത്തിലിറങ്ങണമല്ലോ, അപ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റിയ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് അവർ റെഡിയാവും കേട്ടോ വെള്ളത്തിലിറങ്ങാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവരുടെ ഊരി മാറ്റണതെല്ലാം കളക്ട് ചെയ്തിട്ട് എല്ലാവരുടെയും ഫോണും പേഴ്സും ബാഗും ഒക്കെ കീപ്പ് ചെയ്യേണ്ട ജോലി എൻ്റെയാണല്ലോ. അപ്പം ഞാൻ അതിനൊക്കെ പറ്റിയ നനവൊന്നും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞ് ഞാനും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരിവിടെ ഇങ്ങനെ കളികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണ് കൊണ്ട് കുഴച്ച ഒരു കൊട്ടാരം പണിയലും ഒക്കെ ആട്ടോ പരിപാടി. അപ്പോൾ വേറെ ഒരു കുട്ടികൾ അപ്പുറത്തിരുന്നിട്ട് അവർ ഇവിടെ തന്നെ കിണറൊക്കെ കുഴിച്ചിട്ടിട്ട് തിരമാല ഇങ്ങനെ അടിച്ച് കയറി വരുമ്പോൾ അവരുടെ ആ കുഴിയിലേക്ക് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ അത് അവരുടെ കിണറാന്ന് പറഞ്ഞിട്ട് അവരും അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. ഇവരിതുപോലെ ഉണ്ടാക്കി വയ്ക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ തിര വന്ന് അടിച്ച് തെറിപ്പിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇവരിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇവരിങ്ങനെ ചെയ്ത് വയ്ക്കണ സമയത്ത് ഭയങ്കര ശാന്തമായിട്ട് ഒട്ടും ഇങ്ങോട്ട് തിര കയറണില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത്ര നേരം ഭയങ്കര വാശിക്ക് വന്നതാണ്, ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അനങ്ങണില്ല കണ്ടോ എന്നൊക്കെ. അങ്ങനെ കുറേ നേരം ഞാൻ കാത്തിരുന്നിട്ട് ഇതൊന്ന് വെള്ളം വന്ന് തകർക്കണ കാണാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും വന്നില്ല. ഞാൻ എന്നിട്ട് വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിട്ടോ. വീണ്ടും അവരുണ്ടാക്കുന്നുണ്ട്. രസമാട്ടോ ഇങ്ങനെ കടപ്പുറത്ത് വന്നിരുന്നിട്ട് ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് പയ്യെ പയ്യെ കാലൊക്കെ ഒന്ന് നനയ്ക്കാനായിട്ട് ഞാനും ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചിറങ്ങി കഴിയുമ്പോൾ പിന്നെ ഇറങ്ങാൻ തോന്നും. മൊത്തത്തിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ആ അരുകത്തുകൂടെയൊക്കെ ഒന്ന് നടന്നു. അപ്പോൾ ഇവിടെ നിറയെ കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കിനി അത് ബുദ്ധിമുട്ടല്ലെന്ന് വിചാരിച്ചാൽ ഞാൻ പിടിക്കാത്ത. ഭയങ്കര കളികളാണ്. വെള്ളത്തിൽ കിടന്നിട്ട് ഓടലും ബഹളമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ പയ്യെ പയ്യെ നേരം സന്ധ്യയോടടുത്ത് തുടങ്ങി കേട്ടോ. കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട്. അപ്പം ഞാനങ്ങനെ ദൂരെ ഇരുന്ന് ഓരോ കാഴ്ചകൾ ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ ഒരു മനസ്സിന് നല്ല സുഖം കിട്ടുന്ന ഒരു ഏർപ്പാടാണല്ലോ ഈ കടൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കടലും കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ കടലേയും കുറയ്ക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്യാങ് നല്ല കളിയാണ്. അപ്പോൾ അതിനകത്ത് നല്ല പരിചയമുള്ളൊരു മുഖം കണ്ടു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ദൂരെ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ അത്ര വ്യക്തമാവണുണ്ടായില്ല. അപ്പോൾ അവരിങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഒരു കൂട്ടുകാരിയായിരുന്നു അത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ നാളുകൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ള കൂട്ടുകാരിയാണ്. മുഖച്ഛായ പയ്യെ അങ്ങനെ ഞാൻ ഊഹിച്ച് മനസ്സിലാക്കിയെടുത്തതാട്ടോ. പിന്നെ അവളുടെ അടുത്ത് നിന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായി. പിന്നെ അവരുടെ മക്കൾ ഞങ്ങളുടെ മക്കളൊക്കെ കൂടി പിന്നെ കളിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ സംസാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ വലുതായല്ലേ നമ്മളെക്കാളും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അത് ഭയങ്കര സന്തോഷമായി അവളെ കണ്ടപ്പോൾ. പിന്നെ ഇവർ ഭയങ്കര കളി തന്നെയാണല്ലോ. അപ്പം ഞാൻ ഇവരുടെ കളികൾ ഇങ്ങനെ കുറേയൊക്കെ അവർക്ക് വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കടലിൻ്റെ ഈ തിരകൾ വരണതും ഇറങ്ങി പോണതും ചില സമയത്ത് വെയിൽ നന്നായിട്ട് കിട്ടും, ചില സമയത്ത് ഒട്ടും വെയിലില്ല. അങ്ങനെ ഓരോ സമയത്തും ഈ കടൽ കാണുമ്പോൾ ഓരോ പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ കടലിലേക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവും. ചിലർക്കാണെങ്കിൽ കടൽ പേടിയുള്ളവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. കടലിന് നല്ല പേടിയുള്ള ആളുകളും ഉണ്ട്. എന്നാലും ദൂരെ നിന്നാണെങ്കിൽ ഇത് കണ്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അടുത്തേക്ക് പോകാൻ പേടിയുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ, വെള്ളം കണ്ടാൽ പേടിയുള്ളവർ. അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ സൂര്യനിപ്പോൾ അതേ അസ്തമിക്കാനായിട്ടുണ്ട്.
ഇവർ വെള്ളത്തിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ വെള്ളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് നല്ല പാടാണ്. ഇപ്പോഴാണെങ്കിൽ വേറെ കൂട്ടിന് എൻ്റെ ബ്രദറിൻ്റെ മക്കളെയും കൊണ്ട് വരാണെങ്കിൽ നോക്കണ്ട. ഇപ്പോൾ ഇവർ ഒറ്റയ്ക്കുള്ള കാരണം കൊണ്ട് കുറേ കളിച്ച് കഴിയുമ്പോൾ മടുത്ത് ഇരിക്കേണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്നപ്പോൾ വേറെ എൻ്റെ ബ്രദറിൻ്റെ മോനെയും കൊണ്ടാണ് വന്നത്. അന്ന് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവനെ മിസ് ചെയ്യേണ്ടെന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ട് കുറച്ച് വേറെ മാറി നല്ലൊരു വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ അങ്ങടേക്ക് നീങ്ങിപ്പോയതാട്ടോ. അപ്പോൾ അവിടെ കാണാൻ വേറൊരു ഭംഗി. ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഓരോ കാഴ്ചകളാണ്. അപ്പോൾ കുറേ നേരം അവിടെ പോയി അതൊക്കെ നോക്കി അങ്ങനെ നിന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേന് ഇവരുടെ ആദ്യത്തെ കൊട്ടാരം വെള്ളം കൊണ്ടുപോയിട്ട് രണ്ടാമത് വേറെ കൊട്ടാരം കെട്ടി. ഒരാളാണെങ്കിൽ അവിടെ കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കിണറിലിറങ്ങി അവിടെ ഇരിപ്പുണ്ട്. അത് വേറെ ആരും കേട്ടോ, നമ്മുടെ കൂടെ വന്നേക്കണവരല്ല. അങ്ങനെ കുട്ടികൾ ഭയങ്കര കളിയിലാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ കടപ്പുറത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ വാങ്ങാനും തോർത്ത് അതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ അവിടെ പൈസ കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സിങ് റൂം ഉണ്ട്. അവിടെ പോയിട്ട് ഡ്രസ്സ് മാറണമെങ്കിൽ മാറാം. ടോയ്ലറ്റ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇറങ്ങണവർക്ക്. ഇപ്പോൾ ഇഷ്ടംപോലെ കോളേജ് സ്റ്റുഡൻസും ഒക്കെ വന്നിട്ട് ഇവർ ഈ വെള്ളത്തിൽ നന്നായിട്ട് കളിച്ചിട്ട് അവിടെ പോയി ഡ്രസ്സിങ് റൂം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കണ്ടപ്പോൾ അതത്ര സേഫായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എന്നാലും സംഭവം ഇവിടെ അതൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല മനോഹരമായ കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും പോകാറായിട്ടുണ്ട്. ഇവർ കുറച്ച് സമയം കൂടി എന്ന് പറഞ്ഞ കാരണം ഞാനങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ യാത്രയാക്കി അവർ ഒക്കെ പോയി. പിന്നെയും കുറേ സമയം കൂടി അവരവിടെ ഇരുന്ന് കളിച്ചു. അങ്ങനെ ഞങ്ങളും സൂര്യനൊക്കെ അസ്തമിച്ചു, നമുക്കും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും തിരിച്ചു വരും കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറച്ച് ദൂരെയാണ്. അവിടെയാണെങ്കിൽ ഉപ്പിലിട്ടതൊക്കെ കുറേ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് നെല്ലിക്കയൊക്കെ വാങ്ങാനായിട്ട് മക്കളും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ.